ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇ വാലറ്റിനെ പറ്റിയിട്ടാണ്. എന്താണ് ഇ വാലറ്റ്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, എന്താണ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വാലറ്റ് എന്താ? വാലറ്റ് എന്നുള്ള വേർഡിൻ്റെ മലയാളം മീനിങ് പേഴ്സ് അല്ലേ? എന്താണ് പേഴ്സ് അല്ലേ? നമ്മൾ പലപ്പോഴും നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവും. എവിടെ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ പേഴ്സ് കരുതാറുണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ട് എന്താ വെക്കുക? നമ്മുടെ ക്യാഷ് കെപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആ ഒരു പേഴ്സിൻ്റെ അല്ലെങ്കിൽ ക്യാഷ് കയ്യിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഏതൊരു ട്രാൻസാക്ഷനും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടും നമുക്ക് ഇന്ന് എന്ത് വേണ്ട? അല്ലെങ്കിൽ പേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള മണി യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മറിച്ച് നമ്മൾ ഇന്ന് എന്താണ് യൂസ് ചെയ്യുന്നത്? പലതരത്തിലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ് അല്ലേ, പലതരത്തിലുള്ള കാർഡ്സ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ഇപ്പം ഇ വാലറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം. It can be expanded as electronic wallet. It may be a electronic device, online service, or a software program that allows one party to another party to make transaction or to make any type of payments. Not only payments, we can do something, a lot of things by using these types of e-wallets. അപ്പോൾ ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിക്ക്, മറ്റൊരാൾക്ക് ക്യാഷ് കൊടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. നമ്മൾ ഇന്ന് കടയിൽ പോവുകയാണെങ്കിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലും എന്ത് വേണ്ട? ക്യാഷ് കയ്യിൽ വേണമെന്നില്ല. മറിച്ച് എന്തുണ്ടായാൽ മതി? നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാനും അതിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മൊബൈൽ ഡിവൈസ്, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ കാർഡ്സ്, അതും അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം, ഇതൊക്കെ കൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇ വാലറ്റ്. ഈ ഇ വാലറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രീപെയ്ഡ് അക്കൗണ്ട് ദാറ്റ് സ്റ്റോഴ്സ് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇതൊരു പ്രീപെയ്ഡ് അക്കൗണ്ടാണ്. നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ആ വാലറ്റിൽ മീൻസ് നമ്മുടെ ആ ഈ വാലറ്റിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വാലറ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തുമ്പം ഈ വാലറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ നമ്മുടെ എമൗണ്ട് എവിടെ കട്ടാവും? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ വാലറ്റ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഈ വാലറ്റ് ഫെസിലിറ്റി എനാബിൾ ചെയ്യുക. എന്നിട്ടോ ആ ഇ വാലറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പൈസ ഇട്ടിട്ടുണ്ടാവണം, അതിൽ പൈസ ഉണ്ടാവണം. പുറം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ കൂടുതലും ഇ വാലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് പോപ്പുലർ ആയിട്ടുള്ളത് ഇ വാലറ്റ് യൂസ് ചെയ്യുന്നത് ജപ്പാനിൽ, UAE യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ഫോറിൻ കൺട്രീസിലും ഇ വാലറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോഴാണെങ്കിൽ വിവിധ തരത്തിലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസിലൂടെ അല്ലേ, നമ്മൾ വാലറ്റായിട്ട് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ് കരുതുന്നുണ്ട്. എക്സാമ്പിളാണ് പേടിഎം, ആപ്പിൾ പേ, മൈക്രോസോഫ്റ്റ് വാലറ്റ് പേയ്മെൻറ്റ്, അമേരിക്കൻ എക്സ്പെൻഡിച്ചർ. ഇതൊക്കെ എന്താണ്? ഈ വാലറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് എ പ്രീപെയ്ഡ് അക്കൗണ്ട് ദാറ്റ് സ്റ്റോഴ്സ് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ് ഓർ ബാങ്ക് അക്കൗണ്ട് ആൻഡ് വിച്ച് അലോസ് വൺ പാർട്ടി ടു അനദർ പാർട്ടി ടു മേക്ക് ട്രാൻസാക്ഷൻസ് ഈസിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായി ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഫിസിക്കൽ പർച്ചേസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വാലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എന്തുണ്ടാവണം പറഞ്ഞു? ഈ വാലറ്റിൽ മണി ഉണ്ടാവണം. നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തുന്നതിന് മുന്നേ നമ്മുടെ ഈ വാലറ്റ് അക്കൗണ്ടിൽ അഡിക്കേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടാവണം. ഓക്കെ, ക്രെഡിറ്റ് കാർഡ് പോലെ എമൗണ്ട് ഇല്ലാതെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മറിച്ച് വാലറ്റിൽ എന്തുണ്ടാവണം? എമൗണ്ട് ഉണ്ടാവണം. ഇറ്റ് ഈസ് എ പ്രീപെയ്ഡ് അക്കൗണ്ട്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇ വാലറ്റ്? ഈ വാലറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇ വാലറ്റ് ഈസ് മോർ കൺവീനിയൻറ്റ് ടു യൂസ് ആൻഡ് സെക്യൂർ. ഒരു ഫിസിക്കലായിട്ട് നമ്മൾ ഒരു സ്റ്റോറിൽ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ എമൗണ്ട് ക്യാരി ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ക്യാരി ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സെക്യൂർ ദാറ്റ് ഓൾ അല്ലേ. പക്ഷെ ഒരു ഇ വാലറ്റ് ആണെങ്കിലോ കള്ളന്മാരൊന്നും മോഷ്ടിച്ചുകൊണ്ട് പോയാൽ അവർക്ക് കാര്യമില്ല അല്ലേ. നമ്മുടെ ഇ വാലറ്റ് ഹാക്ക് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പിൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ID ഇല്ലാതെ കണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ ദിസ് ഈസ് യൂസ്ഡ് ഇൻ ബോത്ത് റീറ്റെയിൽ ഷോപ്പ് ആൻഡ് ഓൺലൈൻ സ്റ്റോഴ്സ് ലൈക്ക് ഞാൻ പറഞ്ഞു ഓൺലൈനിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ റീറ്റെയിൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. Then many e-wallets give incentives to inspire consumers to use them instead of traditional payment method. പല ഇ-വാലറ്റ് ആപ്പുകൾ അല്ലെങ്കിൽ ഇ-വാലറ്റ് സർവീസുകളും നമുക്ക് ഇങ്ങോട്ടേക്ക് ക്യാഷ് തരാറുണ്ട് അല്ലേ. നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ Paytm യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ then e-wallets make fund transfer and remittance quick and easy. നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും റെമിറ്റ് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് പറ്റും ഈ വാലറ്റിലൂടെ. ദെൻ ഇ വാലറ്റ്സ് യൂസേഴ്സ് ക്യാൻ ഡിവൈഡ് ഇൻവോയ്സസ് ബൈ സിംപ്ലി അണ്ടറിങ് ദ നമ്പർ ഓഫ് പീപ്പിൾ ദേ എക്സ്പെക്ട് ടു പേ ഫോർ ദ ഷെയർ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻവോയ്സസ് ഡിവൈഡ് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും നമുക്ക് ഒറ്റയടിക്ക് എമൗണ്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഓരോ കമ്പനീസിനും അവരുടേതായ ഇ വാലറ്റ് സർവീസ് ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ആപ്പിൾ പേ അല്ലേ, ആപ്പിൾ കമ്പനിയുടെ ഇ വാലറ്റ് ആണ്. അപ്പോൾ അവിടുത്തെ യൂസേഴ്സ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നുണ്ട്, അവർ എമൗണ്ട് ഒക്കെ സാലറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്താ ജസ്റ്റ് ഒരു ക്ലിക്കിൽ അല്ലെങ്കിൽ എല്ലാവരെയും ലിസ്റ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സാലറി ഒക്കെ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് വാലറ്റ് ഇത് മൈക്രോസോഫ്റ്റ് കമ്പനീൻ്റെയാണ്. അങ്ങനെ ഓരോ കമ്പനി അവരുടേതായ വാലറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് e-wallet? E-wallet is not accepted or suitable everywhere. As I already told you that എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇത് യൂസ്ഫുൾ ആവണമെന്നില്ല. ഇ-വാലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സർട്ടൈൻ ഷോപ്സ് ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ ചില കമ്പനീസിൻ്റെ ഫോർ എക്സാമ്പിൾ ആപ്പിൾ പേയിൽ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സർവീസസ് അവൈൽ ചെയ്യാൻ മാത്രമേ ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവരുടെ കാർഡ് മാത്രമേ അവർ യൂസ് ചെയ്യാറുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമുക്കിന്ന് എല്ലാ കടകളിലും പോയി കഴിഞ്ഞാലൊന്നും നമുക്ക് ഈ വാലറ്റ് കൊണ്ട് യൂസ്ഫുൾ ആവണമെന്നില്ല. എല്ലായിടത്തും ആ ഒരു ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ പീപ്പിൾ ഡു നോട്ട് ഹാവ് ദ പ്രോപ്പർ നോളജ് അബൌട്ട് ദ വർക്കിംഗ് ഓഫ് ഇ വാലറ്റ്, സോ ദേ ഫീൽ അൺസേഫ് വെൻ യൂസിങ് ഇ വാലറ്റ്. പല ആൾക്കാർക്കും ഈ വാലറ്റിന് പലർക്കും ഇതിൻ്റെ സർവീസസ് ഒന്നും ഇനാബിൾ ചെയ്യാൻ അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫിയർ ഉണ്ടാവും എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then it may charge you more to process payments. പേയ്മെൻറ്റിന് കുറച്ച് ടൈം എടുക്കും. ഈ വാലറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ടൈം ലാഗ് ഒക്കെ ഉണ്ടാവും. ദെൻ ഈ വാലറ്റ് കുഡ് എൻകറേജ് കെയർലെസ് സ്പെൻഡിങ്. കെയർലെസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിലേക്ക് ലീഡ് ചെയ്യും അല്ലേ. നമ്മൾ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മണി മിസ്യൂസ് ആവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. ദീസ് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇ വാലറ്റ്. അപ്പോൾ ഇ വാലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റമാണ്. അതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആവാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഫെസിലിറ്റീസ് ആവാം. ദാറ്റ് ഹെൽപ്സ് വൺ പാർട്ടി ടു സെൻഡ് ഓർ ട്രാൻസ്ഫർ മണി ടു അനദർ. നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ, മറ്റുള്ള ഡ്രൈവേഴ്സ് ലൈസൻസ് അല്ലെങ്കിൽ മറ്റുള്ള ID ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം ഒരു ട്രാൻസാക്ഷൻ നമ്മൾ നടത്തുമ്പോൾ ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് ഒരാൾ. അപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ID അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ വാലറ്റ് യൂസ് ചെയ്തിട്ടാണ് പർച്ചേസ് നടത്തുന്നതെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ള ആൾക്ക് മാത്രമേ ആൽക്കഹോളിക് അല്ലെങ്കിൽ ലിക്കർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ID അല്ലെങ്കിൽ ഈ വാലറ്റ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ID ഇനാബിൾഡ് ആയിട്ടുള്ള ഈ വാലറ്റ് ആണെങ്കിൽ അവിടെ ഏജ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വാലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം or it is an electronic device, online service or software that used to send money from one person to another person. This is about the e-wallet. Thank you.